മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിസഭയിൽ രണ്ടാമനായി രാജ്നാഥ് സിംഗ്, മൂന്നാമതായി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവിയില്ല. I, Suresh Gopi, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law, without fear or favor, affection or ill will. I, Suresh Gopi, do swear in the name of God that I will not directly or indirectly communicate or reveal to any person or persons any matter which shall be brought under my consideration or shall become known to me as a Minister of State for the Union, except as may be required for the due discharge of my duties as such Minister of State. Congratulations. I, George Kurian, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a Minister of State for the Union, and that I will do right to all manner of people in accordance with the Constitution and the law. വിഷ്ണു തലവൂരുണ്ട് വിശദാംശങ്ങളുമായി. വിഷ്ണു, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സമാപിച്ചോ? സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബിനു, അല്പം മുന്നെയാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നത്. മോദിക്കൊപ്പം 71 മന്ത്രിമാർ, അത്തരത്തിൽ മോദിയെ കൂടെ കൂട്ടി 72 മന്ത്രിമാരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. NDAയിൽ നിന്ന് BJP 61 മന്ത്രിമാരാണ് BJP സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. സഖ്യകക്ഷികൾക്ക് 11 മന്ത്രിസ്ഥാനം മാത്രമാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ 30 പേർ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരാണ്. ആ 30 പേരിൽ നരേന്ദ്രമോദിക്ക് തൊട്ടു പിന്നാലെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ട് രാജ്നാഥ് സിംഗാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗിന് പിന്നാലെ മൂന്നാമനായിട്ട് അമിത്ഷായും, നാലാമനായിട്ട് നിതിൻ ഗഡ്കരിയും, അഞ്ചാമനായിട്ട് BJP ദേശീയ അധ്യക്ഷനായിട്ടുള്ള JP നദ്ദയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് പിന്നാലെ ആറാമനായിട്ട് ശിവരാജ് സിംഗ് ചൗഹാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ശിവരാജ് സിംഗ് ചൗഹാൻ നമുക്കറിയാം അതിശക്തനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് മധ്യപ്രദേശിൽ നിന്നുള്ളത്. ശിവരാജ് സിംഗ് ചൗഹാൻ ഇത്തവണ മൂന്നാം മന്ത്രിസഭയിലാണ് ഇത്തരത്തിൽ ഒരു മോദി സർക്കാരിലാണ് മന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. ശിവരാജ് സിംഗ് ചൗഹാനും ഒരു ക്യാബിനറ്റ് പദവിയിൽ തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. നിർമ്മല സീതാരാമനും S ജയശങ്കറും മനോഹർലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ളവരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മൂന്നാം മോദി സർക്കാരിൽ മൂന്നാമതും ഈ ക്യാബിനറ്റ് മന്ത്രിമാരുടെ പട്ടികയിൽ നിർമ്മല സീതാരാമനാണ് ഒരു വനിതാ മുഖം എന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ഇതിനു പുറമെ സഖ്യകക്ഷികൾക്ക് 5 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതായത് 30 ക്യാബിനറ്റ് പദവികളിൽ 25 BJPയും മറ്റ് 5 മന്ത്രിസ്ഥാനങ്ങൾ സഖ്യകക്ഷികൾക്ക് നൽകുന്നു. അതിൽ തന്നെ JDSന് HD കുമാരസ്വാമിയുടെ JDSന് ഒരു സീറ്റും ജിതൻ റാം മാഞ്ചിയുടെ HAMന് ഒരു സീറ്റും JDUവിനും TDPക്കും LJPക്കും ഓരോ സീറ്റ് വീതം, ഇത്തരത്തിൽ 5 സഖ്യകക്ഷികൾക്കും ഓരോ ക്യാബിനറ്റ് പദവിയാണ് നൽകുന്നത്. ഈ സഖ്യകക്ഷികളിൽ ആദ്യം ക്യാബിനറ്റ് മന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തത് JDS നേതാവായിട്ടുള്ള HD കുമാരസ്വാമിയാണ്. അതിന് പിന്നാലെ HAM നേതാവായിട്ടുള്ള ജിതൻ റാം മാഞ്ചി സത്യപ്രതിജ്ഞ ചെയ്തു. JDUവിൽ നിന്ന് ലലൻ സിംഗ്
അത്തരത്തിലാണ് ക്യാബിനറ്റ് പദവിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത മറ്റൊരു നേതാവ് TDPയിൽ നിന്ന് ചന്ദ്രബാബു നായിഡുവിൻ്റെ TDPയിൽ നിന്ന് റാം മോഹൻ നായിഡുവാണ് ക്യാബിനറ്റ് പദവിയിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ആ പേരാണ് റാം മോഹൻ നായിഡു. ലോക്സഭാ സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യം ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വെച്ചപ്പോൾ TDP പരിഗണിച്ച പേരായിരുന്നു റാം മോഹൻ നായിഡുവിൻ്റെത്. പക്ഷേ റാം മോഹൻ നായിഡു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായിട്ടാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. LJPയിൽ നിന്ന് ചിരാഗ് പാസ്വാനും ക്യാബിനറ്റ് പദവിയോട് കൂടി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 30 ക്യാബിനറ്റ് മന്ത്രിമാർ കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരാണ്, സഹമന്ത്രിമാരാണ്. 5 പേരാണ് അത്തരത്തിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ആ 5-ൽ 3 പേർ BJPയും, ഒരാൾ ശിവസേന ഷിൻഡെ വിഭാഗവും, ഒരാൾ RLDയുമാണ്. ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് പ്രതാപ് റാവു ജാവതാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. 35ാമതായിട്ട്, അതായത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി ായിട്ട് RLDയിൽ നിന്ന് ജയന്ത് ചൗധരിയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. പിന്നീട് സഹമന്ത്രിമാരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 36 പേരാണ് സഹമന്ത്രിമാരായിട്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. അത്തരത്തിലാണ് 72ലേക്ക് എത്തുക. പ്രധാനമന്ത്രി, 30 ക്യാബിനറ്റ് മന്ത്രിമാർ, 5 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ, 36 സഹമന്ത്രിമാർ. അത്തരത്തിലാണ് 72 എന്നൊരു നമ്പറിലേക്ക് എത്തുക. ആ 36 സഹമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ RIP റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായിട്ടുള്ള രാംദാസ് അത്വാലെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. JDUവിൽ നിന്ന് രംനാഥ് താക്കൂറും, അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ, TDPയിൽ നിന്ന് ചന്ദ്രശേഖർ പെന്നസാനി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് സഖ്യകക്ഷികൾക്ക് ലഭിച്ചിരിക്കുന്ന സീറ്റുകൾ. അതായത് 5 ക്യാബിനറ്റ് പദവികൾ, 2 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം, അതോടൊപ്പം തന്നെ 4 സഹമന്ത്രി സ്ഥാനം. അങ്ങനെയാണ് 11 പേർ ഈ ഒരു സഖ്യകക്ഷികളിൽ നിന്ന് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് 2 പേർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. സുരേഷ് ഗോപി സഹമന്ത്രിയായിട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് പുറമെ 71ാമനായിട്ടാണ് കേരളത്തിൽ നിന്നും ജോർജ് കുര്യൻ കൂടി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു ക്യാബിനറ്റ് പദവി അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം ഒന്നും തന്നെ ലഭിക്കുന്നില്ല. സുരേഷ് ഗോപിക്കും സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ലഭിക്കുന്നത്. സുരേഷ് ഗോപി വലിയ തൃശ്ശൂർ മത്സരിക്കാൻ വരുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ വലിയ പ്രചരണം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേന്ദ്രമന്ത്രിയാക്കും എന്ന തലത്തിലൊക്കെ വലിയ തലത്തിൽ പ്രചരണം നടന്നിരുന്നു. പക്ഷേ അപ്പോൾ പോലും സുരേഷ് ഗോപിക്ക് ഒരു ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയോ നൽകാൻ BJP തയ്യാറാകുന്നില്ല. പകരം സഹമന്ത്രി സ്ഥാനം മാത്രമാണ് സുരേഷ് ഗോപിക്ക് നൽകുന്നത്. ഇതേ സാഹചര്യം തന്നെയാണ് നമുക്ക് ജോർജ് കുര്യൻ്റെ കാര്യത്തിലും കാണാൻ കഴിയുന്നത്. എന്തായാലും മോദി സർക്കാർ, 3ാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. വൈകിട്ട് 7:15 തുടങ്ങിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പം മുന്നേ മാത്രമാണ് അവസാനിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ ഈ ഒരു മന്ത്രിമാരൊക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം ആയിട്ടില്ല. പോർട്ട്ഫോളിയോ നാളെ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. അതിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം സഖ്യകക്ഷികളൊക്കെ തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. അത് നൽകാൻ BJP തയ്യാറായിട്ടില്ല. നിലവിൽ NCPയുടെ ഭാഗത്തുനിന്ന് വലിയ തലത്തിൽ അതൃപ്തി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. NCP അജിത് പവാർ പക്ഷത്തിന് തുടക്കത്തിൽ ക്യാബിനറ്റ് പദവി നൽകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് മന്ത്രിസഭ വികസനത്തിൽ പരിഗണിക്കാമെന്നും അതോടൊപ്പം തന്നെ സഹമന്ത്രി സ്ഥാനം, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനം നൽകാമെന്നുമുള്ള വാഗ്ദാനമാണ് BJP മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിനോട് യോജിക്കാൻ അജിത് പവാർ തയ്യാറാകുന്നില്ല. വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി ഈ ഒരു ക്യാബിനറ്റ് പദവി ലഭിക്കുന്നതിന് കാത്തിരിക്കുന്നു എന്നൊരു താക്കീത് തന്നെയാണ് അജിത് പവാർ എന്ന BJPക്ക് നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ വലിയ തരത്തിലൊരു കല്ലുകടി BJPക്കകത്ത്, NDAക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് JDSനും
JDS അല്ല JDUവിനും TDPക്കും, അതായത് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും 2 ക്യാബിനറ്റ് പദവികൾ നൽകുമെന്നതായിരുന്നു തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനും BJP തയ്യാറായിട്ടില്ല. ഓരോ ക്യാബിനറ്റ് സ്ഥാനം മാത്രമാണ് ഇരു പാർട്ടികൾക്കും നൽകിയിട്ടുള്ളത്. ഈ ഒരു മന്ത്രിസഭയിലെ NDAയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയാണ് TDPയും അതോടൊപ്പം തന്നെ JDUവും. അവർ മുന്നോട്ട് വെച്ച ക്യാബിനറ്റ് പദവികൾ 2 എന്നതാണ്. പക്ഷേ അത് ലഭിച്ചില്ല. അതും വരുന്ന ദിവസങ്ങളിൽ വലിയ തലത്തിലുള്ള ഒരു കല്ലുകടിയിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇനി ഈ ഒരു പോർട്ട്ഫോളിയോ വരുന്ന സാഹചര്യത്തിലും മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിസഭയിൽ രണ്ടാമനായി രാജ്നാഥ് സിംഗ്, മൂന്നാമതായി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ ഒക്കെ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും സത്യപ്രതിജ്ഞ ചെയ്തു. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഇല്ല. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.